സ്വന്തം വണ്ടിയിൽ മറ്റു രാജ്യത്ത് പോകുന്നതാണോ അതോ വേറെ പലതാണോ റിസ്ക് എന്നുള്ളത്, കാരണം എടുത്ത് യാത്ര ചെയ്യുന്നതാണോ അതോ അല്ലാത്താണ് റിസ്ക് എന്നുള്ളത് നിങ്ങൾ മനസ്സിലായി. ഈ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇവരിനി സുജിത് ഭക്തനെ എങ്ങാനും ഊന്നി പറഞ്ഞതാണോ എന്നൊരു സംശയം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇവർ പോകുന്ന, അതായത് ചൈനയിൽ കൂടെ ഈ ബുൾജെറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ പോകുന്ന അതേ വഴിക്ക് സുജിത് ഭക്തനും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് സുജിത് ഭക്തനും ഇതേപോലെ ടിബറ്റ് പോയിട്ട് ലാവോസ് വഴി ചൈനയിൽ നിന്നും യൂറോപ്പിലോട്ടൊക്കെ പോകാനുള്ള ഒരു പ്ലാനാണ്. അപ്പം ഇനി അങ്ങനെ എങ്ങാനും ഊന്നി പറഞ്ഞതാണോ എന്നൊരു സംശയം തോന്നി. അപ്പം ചൈനയിൽ നമ്മൾ ആരും കാണാത്ത അടിപൊളി സ്ഥലങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ ബുൾജെറ്റ് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ബുൾജെറ്റിന്റെ ഒരു തിരിച്ചു വരവെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് തോന്നുന്നത്. കാരണം ഇത്രയും കാലം അവരുടെ വീഡിയോ കുറേ നാളായിട്ടൊരു ഒരു രസമില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇവർ ചൈനയിൽ കൂടെ പോകുന്ന വീഡിയോ നമുക്ക് ഞാൻ ഡെയിലി കാണുന്നുണ്ട്. അത് നല്ല രസമുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് എന്റർടൈൻമെന്റ് ഇത് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒന്നും കിട്ടാത്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇവർ എവിടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്, ഇപ്പൊ എവിടെയാണ് എത്തിയത്, ചൈനയുടെ ഏത് ഭാഗത്ത് കൂടെയാണ് പോകുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിറ്റി, അതൊന്നും പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള സത്യം. ഇനി സുജിത് ഭക്തന്റെ കാര്യത്തിലേക്ക് വരണമെങ്കിൽ ഒരു പക്ഷെ പുള്ളി ഈ പറഞ്ഞ ടിബറ്റിലോട്ട് കയറി അതുവഴി ചൈനയിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് സുജിത് ഭക്തൻ എവിടെയൊക്കെയാണ് പോകുന്നത്, എങ്ങനെയാണ് ആ ഒരു സഞ്ചാരം, അവിടുത്തെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടുത്തെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇനി അവിടെ ചെന്നിട്ട് അദ്ദേഹം ലക്ഷറി ലൈഫിന്റെ പുറകെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ പിന്നെയും കാത്തിരിക്കണം. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് ഇതേപോലെ ഇനി ഒരു സഫാരി യാത്ര വല്ലതും നടത്തുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം എന്ന് തോന്നുന്നു. എനിക്ക് ഇങ്ങനെ ഒരു തോന്നൽ, അതായത് ഇവർ ഇങ്ങനെ സുജിത് ഭക്തനാണോ ഊന്നി പറഞ്ഞതെന്ന് തോന്നാനുള്ള ഒരു കാരണം വെച്ചാൽ മുമ്പ് ഇവര് ഓൾ ഇന്ത്യ ട്രിപ്പ് ഇവരെ ഫാമിലി, അതായത് ഈ ബുൾജെറ്റിന്റെ ഫാമിലി നടത്തിയ അതേ സമയത്ത് തന്നെ സുജിത് ഭക്തന്റെ ഫാമിലിയും ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തുന്നുണ്ടായിരുന്നു. ഏകദേശം രണ്ടുപേരും ഒരേ മാർഗത്തിൽ കൂടെ പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം പലപ്പോഴും ഇവരുടെ യാത്ര കണ്ടിട്ട് രണ്ടു പ്രാവശ്യവും ഇവർ സെയിം ഒരേ ഏരിയയിൽ കൂടെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ രണ്ടുപേരുടെ സൈഡിൽ നിന്ന് രണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഓഡിയൻസ് എന്ന നിലയ്ക്ക് കാണുമ്പം എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ രണ്ട് ആൾക്കാരുടെ ചൈന ട്രിപ്പിനെ ബേസ് ചെയ്തിട്ട് ഒരു റിവ്യൂ പോലത്തെ ഒരു വീഡിയോ ആണ്.